കമലഹാസനെ കൊണ്ട് മാത്രം ഇങ്ങനത്തെ പടമൊക്കെ ചെയ്യാൻ പറ്റും. ஒரு நாளைக்கு எத்தனை கஷ்டம். കമലഹാസൻ എന്നുള്ളൊരു വേൾഡ് ക്ലാസ് ആക്ടറിന്റെ ഡയറക്ടറിനെ വിക്രം ഇറങ്ങിയതിനു ശേഷമാണ് കുറെ പേര് സെലിബ്രേറ്റ് ചെയ്യണത്. പക്ഷെ ആളുടെ പഴയ പടങ്ങൾക്ക് വേറെ ലെവലാണ്. ആളുടെ കുറെ പടങ്ങളിൽ എനിക്ക് ഇഷ്ടപ്പെട്ടൊരു 3 പടങ്ങളാണ്. ഒന്നാമത്തത് 1989 സംഗീതം ശ്രീനിവാസറാവ് ഡയറക്ട് ചെയ്ത അപൂർവ സഹോദരങ്ങൾ. കമലഹാസൻ, ശ്രീവിദ്യ, അങ്ങനെ കുറെ നല്ല ആക്ടേഴ്സ് ഉണ്ട്. ഈ പടം നമ്മൾ അത്രയും എന്റർടൈനും ചെയ്യും, അതേപോലെ തന്നെ ഇമോഷണലി അത്രയും കണക്ട് ചെയ്യുന്ന ഒരു പടമാണ്. എങ്ങനെയാണ് ആ കാലത്ത് അപ്പു എന്നുള്ളൊരു ക്യാരക്ടർ ചെയ്തതെന്ന് ഇന്നും കുറെ പേര് ഡിസ്കസ് ചെയ്യുന്ന ഒരു കാര്യമാണ്. എന്തായാലും ഈ പടം കണ്ടു നോക്കുക. അത്ര അടിപൊളി പടമാണ്. നമ്മൾ അത്ര എന്റർടൈൻ ചെയ്യിക്കുക, അതേ സമയത്ത് കരയിക്കുകയും ചെയ്യുന്ന ഒരു പടമാണ്. എന്തായാലും കണ്ടു നോക്കുക. രണ്ടാമത്തത് 1994 സന്താന ഭാരതി ഡയറക്ട് ചെയ്ത മഹാനടി. കമലഹാസൻ, സുകന്യ, കൊച്ചിൻ അനിയഫൊക്കെയാണ് ഇതിൽ അഭിനയിച്ചിട്ടുള്ളത്. ഇതിന്റെ സ്റ്റോറി കമലഹാസൻ തന്നെയാണ് എഴുതിയിട്ടുള്ളത്. കാണുന്ന ആൾക്കാർ അത്ര ആ പടത്തിലേക്ക് ഇൻവോൾവ് ചെയ്യുന്ന സ്ക്രിപ്റ്റ്, അതേപോലെ തന്നെ ക്ലൈമാക്സ് ഒക്കെ അത്രയും ഹോണ്ട് ചെയ്യുന്നൊരു ക്ലൈമാക്സ് ആണ്. ഇമോഷണൽ ആയിട്ടുള്ള ഒരു ക്ലൈമാക്സ്, ഭയങ്കര ഡെപ്ത് ഉള്ള കുറെ ഡയലോഗ്സ് ഒക്കെ ഉണ്ട്. എന്തായാലും കണ്ടു നോക്കുക, യൂട്യൂബിൽ അവൈലബിൾ ആണ്. മൂന്നാമത്തത് 2004 കമലഹാസൻ തന്നെ ഡയറക്ട് ചെയ്ത വിരുമാണ്ടി. ഈ പടം ശരിക്കും ഒരു മാസ്റ്റർ ക്ലാസ് ആണ്. എങ്ങനെ സ്ക്രീൻ പ്ലേ എഴുതണം, അതേപോലെ എങ്ങനെ ഡയലോഗ്സ് എഴുതണം എന്നൊക്കെയുള്ളതിന്റെ. സ്പാർട്ടക്കസ് എന്ന് പറഞ്ഞ ഒരു പടത്തിന്റെ ഇൻസ്പിറേഷൻ ആണെന്ന് കമലഹാസൻ പറഞ്ഞിട്ടുണ്ട്. ഒരേ കാര്യം പല പല പോയിന്റ് ഓഫ് വ്യൂ കാണിക്കുന്ന പടമാണ്. കമലഹാസൻ, രോഹിണി, പശുപതി, അഭിരാമി, അങ്ങനെ കുറെ നല്ല ആക്ടേഴ്സിന്റെ പെർഫോമൻസിലുള്ള പടമാണ്. ഇന്ന് നമ്മൾ കുറെ നോൺ ലീനിയർ പടങ്ങൾ കണ്ടിട്ടുണ്ടാവും, പക്ഷേ കമലഹാസൻ അത് എത്രയോ വർഷം മുമ്പ് ചെയ്തു വെച്ചിട്ടുണ്ട്. അത്ര അടിപൊളി സ്ക്രിപ്റ്റ് ആണ് ഇതിന്റെ. ഈ പടം എന്തായാലും കണ്ടു നോക്കണം. ആമസോൺ പ്രൈമിലാണ് സ്ട്രീം ചെയ്യണത്. അപ്പൊ എന്തായാലും ഈ 3 പടങ്ങൾ എന്തായാലും കണ്ടു നോക്കുക. ഈ പടങ്ങളൊക്കെ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം കമന്റ് ചെയ്യുക.